ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് അറിയോ ഗൈസ്? എന്താണ് ഗൈസ്? നമ്മൾ ആക്ച്വലി ഒരു തീറ്റ മത്സരമൊക്കെ വെച്ചപ്പോൾ എല്ലാവരും പേഴ്സണലി മെസ്സേജ് അയച്ചു, ലൈക്ക് എവിടെ പണിഷ്മെന്റ്, എവിടെ പണിഷ്മെന്റ്, എവിടെ. ഒരു ദുർലഭ നിമിഷത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോയി ഒരു പണിഷ്മെന്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുപോയി. അറിയാതെ പറഞ്ഞു പോയതാണ്. അതിലെല്ലാവരും പിടിച്ച് കയറി. ഇപ്പം എല്ലാവരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നു, നീ പറഞ്ഞ പണിഷ്മെന്റ് എവിടെ, പണിഷ്മെന്റ് എവിടെ. അപ്പോൾ നമ്മളിന്ന് വിചാരിച്ചു, ആക്ച്വലി നമുക്ക് കുറച്ചൊക്കെ ബിസി ആയിപ്പോയി. എല്ലാവരും കുറേ ഓൺലൈൻ ക്ലാസ്, ഒരാൾ എഞ്ചിനീയറിങ് ആയതുകൊണ്ട് അവൾക്ക് ഡയറക്റ്റ് ക്ലാസ് തുടങ്ങി. അപ്പോൾ അങ്ങനെ ബിസി ഷെഡ്യൂളായിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു പ്ലാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പണിഷ്മെന്റ് എന്താണെന്ന് ഇവിടെ പറയും, പറഞ്ഞു കൊടുക്കുക. ഞാൻ പറയണം. അപ്പോൾ 2 ഗ്ലാസ് കയ്പക്ക ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരാൾക്ക് 1 ഗ്ലാസ്, പിന്നെ 4 കാന്താരി മുളക്, ഒരാൾക്ക് 2 കാന്താരി മുളക് വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം എന്താണ്, കയ്പക്ക ജ്യൂസ് മൊത്തം കുടിക്കണം. പിന്നെ 2 കാന്താരി ചവച്ച് അരച്ച് തിന്നണം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഫുൾ ഗ്ലാസ് ഒന്നും ഇല്ല, ചെറിയൊരു ഗ്ലാസ്, കരുണ അതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അത്രേ കൊടുത്തിട്ടുള്ളൂ. 1/4 ഗ്ലാസ് അത്രേ ഉള്ളൂ. അത് കുടിച്ച് തീർക്കുക, കാന്താരി കടിച്ചങ്ങ് തീർക്കുക. സിമ്പിളാണ്, ഒന്നുമില്ല. കയ്പില്ലാത്ത കയ്പക്കയാണ് അല്ലേ. നമുക്ക് അവർ എക്സ്പ്രഷൻസ് കണ്ടാലോ ഗായ്സ്? കാണാം. അപ്പോൾ ഗായ്സ്, ഇവിടെ 2 കുട്ടികൾ റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. നോക്കൂ ഗായ്സ്, ഇരുത്തൊക്കെ കണ്ടാൽ തന്നെ അറിയില്ലേ കയ്പക്ക ജ്യൂസ് കുടിക്കേണ്ട ആ ഒരു സങ്കടത്തിലാണ് കുട്ടികളിരിക്കുന്നത്. കുട്ടികളല്ല, അമ്മച്ചികളിരിക്കുന്നത്. നോക്കൂ ഗായ്സ്, ഇത് കയ്പക്ക ജ്യൂസ്, പിന്നെ ഒരു ഡെക്കറേഷൻ പോലെ വെച്ചതാണ് എന്ത് കുക്കുംബർ, പിന്നെ 4 കാന്താരി ഉണ്ട്, 2 എണ്ണം വീതം ഓരോ ചവച്ച് തിന്നണം. പോരാ ഇതെങ്ങാനോ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാല്ലേ? പേടിയുണ്ടല്ലേ? അന്ന് മര്യാദക്ക് അതെല്ലാം തിന്ന് തീർത്തിട്ടുണ്ടെങ്കിൽ ഇത് സഹിക്കണം. ഒരു കടിയില്. പക്ഷെ ഓക്കെ, ഒരാൾ അങ്ങനെ, മറ്റൊരാളോ തീർത്തിട്ട് പോലുമില്ല. അപ്പൊ നീക്ക് മെയിൻ പണിഷ്മെന്റ്. ഓക്കെ ഫൈൻ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. റെഡിയായാ? ഓക്കെ ഗൈസ്, പേടിക്കണ്ട, കയ്പൊന്നും ഉണ്ടാവില്ല. 1. എനിവേസ് അത് കംപ്ലീറ്റ് ചെയ്യണം. 2 കാന്താരിയും കഴിക്കണം, ആ ജ്യൂസും കംപ്ലീറ്റ് ചെയ്യണം, കുക്കുംബറും കഴിക്കണം. എനിക്ക് ഓക്കെ ഫൈൻ, റെഡി സ്റ്റഡി ഗോ. ശ്രുതി കുടിക്കൂ. ശ്രുതി മൊത്തം മറിച്ചോ? ഇവിടെ നമ്പൂരിയാ കുടിക്കടോ. കള്ളുടിക്കാനല്ലേ? അത് കുടിക്കി. ഇത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഇവക്ക് കയ്പൊക്കെ ഭയങ്കര ഇഷ്ടാന്ന് ഇവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോഗ്യത്തിന് നല്ലതാ കുട്ടി. എക്സ്പ്രഷൻ നോക്കട്ടെ. കാന്താരി ഇങ്ങനെ കഴിക്കുവാ. നീന്തര വെള്ളം മൊത്തം കുടിച്ചു തീർത്തേ. വിമ്മല്ല, ലാസ്റ്റ് പഞ്ചസാര വരും. സാത്രിമക്ക് പോവാനുള്ള തിരക്കില് കുടിച്ചതാണ്. എനിക്ക് വയറല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ശ്രുതിക്ക് കാന്താരി പണ്ടേ തന്നിട്ട് ശീലമുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇല്ല സീനില്ല. പക്ഷെ കയ്പക്ക സാന്ദ്ര വന്നിങ്ങോട്ട്
എനിക്കല്ലായിരുന്നു നിർബന്ധം ജ്യൂസ്. നീ ഇവരോട് പണിഷ്മെന്റ് എന്താ വേണ്ട? ജ്യൂസ് മതി, കാന്താരി വേണോ, എന്തൊക്കെയായിരുന്നു. ജ്യൂസ് മതി എന്നല്ലേ എനിക്ക് ചിരിച്ചു പറഞ്ഞു. കുടിക്ക്, മെരിച്ചു കുടിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. കള്ളോ കുടിച്ച് വാള് വെച്ച് ലാസ്റ്റ് പോയി പൊടി. ആ കക്കിരിക്കുന്നു ഗോയ്സ്. നമ്മളെ കൂടെ ഇവിടെ ഒരുത്തി ചിരിച്ച് കണ്ണെല്ലാം വെള്ളം വന്നു. അതിന്റെ കാന്താരി ബാക്കിയുണ്ട്. എനിക്ക് വയറ് വലിക്കുന്നത്. പഞ്ചസാര വേണോ? പിന്നെ കാണുന്ന കരയണ്ടടാ, നിക്ക് ഞാൻ വണ്ടി ഓടിപ്പിച്ചരാ. മൂക്കിലേക്കാ ഇപ്പൊ കേരള. നല്ല രസമുണ്ടല്ലേ. നമ്മള് തിന്ന് ജയിച്ചത് ഭാഗ്യം. എന്റെ അമ്മോ, നമ്മക്കെല്ലാം പണിഷ്മെന്റ് പോലെ ഐസ്ക്രീമോ ചോക്ലേറ്റോ തരണക്കെ എത്ര വേണമെങ്കിൽ തിന്നു. നേരത്തെ ഐസ് എടുത്തു പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞേ? ഗൈസ് ഇന്ന് കറണ്ട് ഇല്ല, അപ്പൊ ഐസ്ക്രീം ഒന്നും ഇല്ല. ഷോപ്പിൽ ഐസ്ക്രീം ഉണ്ടാവും. ഇല്ലണേ, ഞായറാഴ്ചത് പഞ്ചസാര നല്ല ടേസ്റ്റ് ഉണ്ടാ? അടുത്തേക്കൂടെ കാണിക്കണം. എല്ലാരും വേറത്തിലൊക്കെ ശ്രുതി നോക്ക് നോക്കണ്ട. മുഖം നോക്കട്ടെ. നല്ല 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 ചൊക ചൊക ചൊക. ഇതെല്ലാം കണ്ട് നിരാശിച്ച് നിൽക്കുന്ന കീർത്തന ഇവിടെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇതും കൂടെ പിടിച്ചോ. അത് കഴിഞ്ഞ ഐസ് ചെങ്ങായി വായിലിട് വായിലിട്. ചുണ്ടിനാക്കണം. ചുണ്ടേരിയുന്നുണ്ട്. ഒരാൾ ഛർദിച്ചു പോയിട്ട്. അതൊരു സുടിയാ. കാന്താരിയല്ല, കയ്പക്ക. അല്ല അങ്ങനെ അതില് ജയിക്കുന്നത് നോക്കുന്നില്ല അല്ലേ? സാന്ദ്രിക ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തേ. ഫുൾ തീർത്ത് വെച്ച്. അതെന്തുകൊണ്ടാ അറിയാം, അവളെ അമ്മ വിളിച്ചിന് പോകാനുള്ള ഒറ്റ വരിക്കൊരു കുടിക്കൽ. എന്റെ അമ്മേ, ഒരു വരിക്ക് കുടിക്കാനേ ഉള്ളൂ. നമ്മൾ പണ്ട് പാക്കറ്റ് ഇട്ടിട്ട് അത് മധുരമുള്ളതല്ലേ? അല്ല, വെറും ഐസ്. അത് ഈവനും കൂടെ കിട്ടും. അപ്പൊ അഭിപ്രായം പറ, എങ്ങനെ ഉണ്ടായിരുന്നു പണിഷ്മെന്റ്? It was fantastic and fantabulous. Very tasty. കൈപ്പക്ക ജ്യൂസ് ഇത്രയും ടേസ്റ്റിയാണ് ഞാൻ ഇന്ന് അറിയുന്നത്. നിർബന്ധം. കാന്താരി അടിപൊളിയായിരുന്നു. എൻ്റെ അമ്മ സൗണ്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ശ്രുതിനോട് വയ്ക്കാം. ഞാൻ എന്നാ പറയണ്ടേ? ചിരിയാണല്ലോ പോകത്ത്. നല്ല രസമുണ്ടായിന്. നല്ല ഇത്രയും അടിപൊളി കൈപ്പക്ക ജ്യൂസ് ഞാൻ കുടിച്ചിട്ടേ ആദ്യമായിട്ടാണ്. പിന്നെ ലാസ്റ്റ് കണ്ടിരുന്നില്ല ഞാൻ ചോടി. പിന്നെ കാന്താരി വലിയ കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ എനിക്ക് നല്ല എരിയുന്നുണ്ട്. അതിന്റെ കണ്ണാണോ തിരിയുന്നുണ്ട്. പിന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കാരണം എരിയുന്നുണ്ട്. പോരെ. അപ്പോൾ ഗൈസ്, നമ്മുടെ പണിഷ്മെന്റ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായില്ലേ? നമ്മൾ രണ്ടുപേരും കൈപ്പക്ക ജ്യൂസും കാന്താരിയും ഒക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് വാഴ വെച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ്. എന്താ പറയട്ടെ, അപ്പം ഇതേപോലത്തെ മറ്റൊരു വീഡിയോ, ഇതേപോലത്തെ അല്ല, ഫൺ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കുറെ വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും. പക്ഷെ ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് എങ്ങനത്തെങ്കിലും വീഡിയോ
ചെയ്യണം എന്നുള്ള സജഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റഗ്രാമിലോ നമ്മളെ ഫുഡ് ടോക്ക് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ, അതിൽ മെസ്സേജ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പം നമ്മൾ ആ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മളെ തീറ്റ മത്സരത്തിന്റെ വീഡിയോന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. എല്ലാവരും അത് കാണാത്തവരെന്തായാലും കാണണം. അതിന്റെ പണിഷ്മെന്റ് ആണിത്. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് കാര്യമുള്ളൂ, കാരണം തോറ്റതാണ് ദീസ് ടു. നമ്മളെങ്ങനെ തോറ്റത് നിങ്ങൾ കാണണം. ചെറിയ ഇഞ്ചിന് ഞാൻ കംപ്ലീറ്റേ ചെയ്തിട്ടില്ല, അയാളാണ് പറയുന്നത് ഇഞ്ചിന്. ഞാനാണ് ചെറിയൊരു മൈന്യൂട്ട് ഡിഫറൻസിന് പോയത്. ഇത്ര വലിയ പണിയുണ്ട്. ചെറിയ പണിയൊന്നുമല്ല, നല്ല പണിയുണ്ട് കൈപ്പക്ക ജ്യൂസ്. നമ്മളെല്ലാരും വിചാരിച്ചത് നമ്മളായിരിക്കാം, പക്ഷെ അന്നേരം നമ്മൾ ഐസ്ക്രീമോ ചോക്ലേറ്റോ വെച്ച് അങ്ങ് തീർക്കും. അയ്യാ പഞ്ചസാര വെച്ചു. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ വിൽസ് കിട്ടുന്നില്ല. ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യുക. കമന്റ് ആരും ചെയ്യുന്നില്ല അല്ലേ? സജസ്റ്റ് ചെയ്യുക. That's all. ബൈ ബൈ.